നല്ല തിളക്കമുള്ള ചർമ്മം, നല്ല സോഫ്റ്റ് ആയിട്ട് മൃദുവായിട്ടിരിക്കുന്ന ചർമ്മം, അതുപോലെ ആ സോഫ്റ്റ് ഷൈനിങ് ഇലാസ്റ്റിസിറ്റി ഒക്കെ നിലനിൽക്കുന്നു. ആ ചുളിവുകളൊന്നും വീഴാതെ എന്നും യുവത്വം നിലനിർത്തുന്ന ആ ചർമ്മം കൊതിക്കാത്തവരാരോ ഉള്ളത് അല്ലെ? നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ അവതരിപ്പിക്കുന്ന ഈ എണ്ണയുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് അറിയാത്തൊന്നുമല്ല, വില അല്പം കൂടുതലാണെന്ന് മാത്രം. കഴിയാവുന്നവരൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് വളരെയധികം പ്രയോജനമുള്ള സംഗതിയാണ്. ഇത് ചർമ്മത്തിന് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ ചർമ്മത്തിനും മുടിക്കും താരനും ഒക്കെ ഉപകാരപ്പെടുന്ന സംഗതികളാണ്. എല്ലാം ഒന്നൊന്നായിട്ട് വിശദീകരിക്കാം. ശ്രദ്ധിച്ച് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ സേവിയർ. സാധാരണ ഒരു എണ്ണക്കുരുന്ന് ആട്ടിയെടുക്കുന്ന എണ്ണ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ചർമ്മം തിളങ്ങുന്നതിനും സോഫ്റ്റ്നെസ് നിലനിർത്തുന്നതിനും മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനും താരൻ ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇല്ലാതാക്കുന്നതിനും സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. അതിനുള്ളതാണ് ഈ ആൽമണ്ട് ഓയിൽ. ഇത് ഉപയോഗിച്ച് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളൊന്നും തയ്യാറാക്കുന്നതായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഈ ആൽമണ്ട് ഓയിൽ എടുക്കുന്നത്, ആൽമണ്ട് എന്ന് പറഞ്ഞാൽ ബദാമിനെ പറ്റി നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ട് ലിങ്ക് ഒക്കെ ഇവിടെ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. അപ്പൊ ഈ ബദാമിന്റെ കുരു ആട്ടിയെടുക്കുന്നതാണ് ഈ ബദാം ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ. ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് പറയാം. അതിനു മുൻപായിട്ട് ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് ഈ പണി ചെയ്യുന്നത്, ഇതിന്റെ ഈ ഗുണങ്ങളൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് അറിയണല്ലോ. അതിന് ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ആദ്യം ഒന്ന് ചുരുക്കി വിവരിക്കാം. ആൽമണ്ട് ഓയിലില്, അതായത് ബദാം എണ്ണയില് ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, ഒമേഗ 9 ഫാറ്റി ആസിഡ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ചർമ്മ സംരക്ഷണത്തിനും ആരോഗ്യത്തെ നിലനിർത്തുന്നതിനും ഉപയോഗപ്പെടുന്നത്. ഈ പറഞ്ഞ ഘടകങ്ങൾക്കെല്ലാം തന്നെ ചർമ്മത്തെ നവീകരിക്കുന്നതിനും ആന്റി ഏജിങ് എഫക്റ്റും ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആൽമണ്ട് ഓയില് ഉള്ളിലേക്ക് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം, ഉള്ളിലേക്ക് കഴിക്കാവുന്ന തരത്തിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തണം. അത്തരം ബദാം ഓയിൽ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് നിത്യേന പതിവായിട്ട് ഏതൊക്കെ അളവിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് വഴി പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിന്, തലച്ചോറിന്റെ പ്രവർത്തനങ്ങള്, നാഡീ തന്തുക്കളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഉദ്ദീപിപ്പിക്കുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുവഴി പലതരത്തിലുള്ള ഹൃദ്രോഗം ബാധിക്കാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന്, ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് സഹായകരമാകുന്നു. ഈ ബദാം ഓയില് ശരീരത്തെ തണുപ്പിക്കുന്നുണ്ട്, ചർമ്മത്തെ തണുപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ ഡ്രൈ സ്കിൻ ഇല്ലാതാക്കുന്നു, ചുളിവുകൾ വീഴുന്നത് തടയുന്നു, ആ സോഫ്റ്റ്നെസ്, മാർദ്ദവം, എലാസ്റ്റിസിറ്റി നിലനിർത്തുന്നു. അതുവഴി യുവത്വം നിലനിർത്തുന്നു. അങ്ങനെയാണ് ആന്റി ഏജിങ് എഫക്റ്റ് ഉള്ളതായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ഈ രീതിയിലൊക്കെ ഇതൊരു സോഫ്റ്റനിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കൺതടത്തിലൊക്കെ ഉണ്ടാവുന്ന കരിവലയം, കണ്ണിന് ചുറ്റും ഉണ്ടാവുന്ന കറുപ്പ് നിറം, അതല്ലെങ്കിൽ ഡാർക്ക് സർക്കിളുകൾ, പണ്ട് എന്തെങ്കിലും കുരുക്കളൊക്കെ വന്ന് പൊട്ടി മാറിപ്പോയതിന്റെ ആ പാടുകള്, ആ കലകളൊക്കെ മായ്ച്ചു കളയുന്നതിനുള്ള കഴിവും ബദാം ഓയിലിനുണ്ട്. അത് നിത്യേന പതിവായിട്ട് എക്സ്റ്റേണലി ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇന്റേണലിയും ഉള്ളിലേക്കും കഴിക്കണം എന്നർത്ഥം. ചുരുക്കി പറഞ്ഞ 1-2 ദിവസം ഉപയോഗിച്ചുകൊണ്ട് വിട്ടുമാറുന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം. തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ കാലക്രമത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ, ചെറുതായിട്ട് കുളിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തൊക്കെ വിടുകയാണെങ്കിൽ ആ മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള തിളക്കവും മുടിയുടെ നിറവും നിലനിർത്തുന്നതിന്, അതായത് പ്രിമച്വർ ഗ്രേയിങ് തടയുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുപോലെ തലയോട്ടിയിലെ ആ ഡ്രൈനെസ് ഒക്കെ കളഞ്ഞിട്ട് ആ സോഫ്റ്റ്നെസ് നിലനിർത്തുന്നു. അപ്പൊ അതുവഴി ആ ഡ്രൈനെസ് പോകുമ്പോൾ തന്നെ മുടിവേരുകൾക്ക് ബലം കിട്ടുന്നുണ്ട്. താരൻ നിയന്ത്രിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. ഒപ്പം തന്നെ തലയോട്ടിയിലുണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിന്, തലയോട്ടിയിലെ ചർമ്മോപരിതലത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിനും ഈ രീതിയിൽ തലയോട്ടിയിൽ എണ്ണ പുരട്ടുന്നത്, ബദാം ഓയിൽ പുരട്ടുന്നത് സഹായകരമാകുന്നുണ്ട്. അപ്പൊ അതുവഴി മുടിവേരുകൾക്ക് ബലം കിട്ടുന്നു, മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നുണ്ട്. ഇനി നമുക്കിത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്ന് പറയാം. അതായത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതിന് ഉപയോഗിക്കാം, ഏതൊക്കെ അളവിലെടുക്കണം എന്ന് പറയാം. അതുപോലെ പുറമെ പുരട്ടി മസാജ് ചെയ്യുന്നതിന്, ശരീരത്തിൽ കുളിച്ചതിനൊക്കെ ശേഷം ശരീരത്തിൽ പുരട്ടിയിടുന്നതിന് നല്ലതാണ്. അതുപോലെ രാത്രി കാലങ്ങളിൽ കുറച്ച് ഒരു 5-6 തുള്ളി എടുത്ത് സ്കാൽപ്പിൽ പുരട്ടി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുടിവേരുകൾക്ക് ബലം കിട്ടുന്നതിനും സഹായകരമാകുന്നു. ബോഡിയിലൊക്കെ മസാജ് ചെയ്യുമ്പോൾ ഇത് നേരെ എടുത്ത്, ഇച്ചിരി വിലപിടിപ്പുള്ള സംഗതി ആയതുകൊണ്ട് അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടെ ഒരു ഭാഗം ചേർത്തതിന് ശേഷം ചൂടാക്കി സഹിക്കാവുന്ന ചൂടോടുകൂടെ ദേഹത്ത് പുരട്ടി തലോടി ഇരുന്നിട്ട് തുടച്ചു കളയോ അതല്ലെങ്കിൽ കഴുകി കളയോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ കുളിക്കുന്നതോ ഉചിതമായിരിക്കും. ഉള്ളിലേക്ക് കഴിക്കാനായിട്ടുള്ള അളവ് ഏകദേശം 1 ടീസ്പൂൺ, 5 മില്ലി മുതൽ മാക്സിമം 10 മില്ലി വരെ വേണ്ടു.
അത് രാവിലെ വെറും വയറ്റിൽ സേവിക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുള്ള പാലിൽ കലക്കി ചേർത്തതിന് ശേഷം കുടിക്കാം. ഇനി അതല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ കലക്കി ചേർത്തതിന് ശേഷം കുടിക്കാം. അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. ഇനി അതല്ലെങ്കിൽ രാത്രി ഡിന്നറിന് ഒരു 1/2 മണിക്കൂർ മുമ്പായിട്ട് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞ് ഒരു 1 മണിക്കൂറിന് ശേഷം കഴിക്കാം. ഈ 3 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കാം. ഈ രീതിയിൽ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നതിന് സഹായകരമാകുന്നു. ഒപ്പം തന്നെ മറ്റൊരു കോംപ്ലിമെന്ററി ആക്ഷൻ ഉള്ളത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തെ ഇല്ലാതാക്കുന്നതിനും സഹായകരമാകുന്നതാണ്. ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ആൽമണ്ട് ഓയിൽ എടുക്കുമ്പോൾ അത് കോൾഡ് പ്രസ് ചെയ്തിട്ട് എഡിബിൾ ഓയിലിന്റെ ഗണത്തിൽ വരുന്ന ആ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം ഉള്ളിലേക്ക് ഉപയോഗിക്കാനായിട്ട്. എന്നിരുന്നാലും ചിലരൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അതായത് ചിലർക്ക് ഈ പീനട്ട് അലർജി, കപ്പലണ്ടി കഴിച്ചാല് ചുവന്നൊക്കെ തടിച്ചു വരിക, ദേഹത്ത് ചൊറിയ, അതുപോലെ നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ, അതായത് ഇപ്പൊ ബദാമോ അല്ലെങ്കിൽ കാഷ്യോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു, അതല്ലെങ്കിൽ ദേഹത്ത് തടിപ്പ് വരുന്നു, ഈ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത്തരക്കാര് ബദാം ഓയിൽ ഉപയോഗിക്കേണ്ടെന്ന് അർത്ഥം. ഇത് സേഫ് ആയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ്, ചർമ്മത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ്, ആരോഗ്യ സംരക്ഷണത്തിനും ഒരുപാട് പങ്കുവഹിക്കുന്ന സംഗതി തന്നെയാണ്. എന്നിരുന്നാലും ചില വ്യക്തികൾക്ക് ഇത് സൂട്ടബിൾ അല്ല എന്നുള്ളത് കൊണ്ട്, ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം പുരട്ടി അല്പസമയം വെയിറ്റ് ചെയ്തതിനു ശേഷം പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇത് കുപ്പികളിൽ പാക്ക് ചെയ്ത് വരുന്നതിന്റെ അവസ്ഥ ഏത് രൂപത്തിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലല്ലോ, അതുകൊണ്ടും കൂടിയാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും ഹൃദയാരോഗ്യത്തിനും ചർമ്മത്തിന്റെ തിളക്കത്തിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ അതുപോലെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഹെൽത്തി നട്ട്സിനെ പറ്റി നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് കൂടെ കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും കയറി കണ്ടിരിക്കേണ്ടതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.